മൊഗ്രാലില് നമ്മുടെ റാമത്ത് നഗറുണ്ട്, കോട്ട റോഡുണ്ട്, പിന്നെ എസ് ആ സ്കൂളുണ്ട്, കൊപ്പളത്തിൽ മദ്രസയിൽ ഒരു ബൂത്തുണ്ട്, പിന്നെ പേരാല് 2 ബൂത്തും കെ പുറത്ത് ഒരു ബൂത്തും പിന്നെ പേരാലാണ്. ബദ്രിയാ നഗറിന് ഒരു പ്രത്യേകതയുണ്ട്. ബദ്രിയാ നഗറിൽ ഒറ്റ ബൂത്തേ ഉള്ളൂ, അത് IHRD കോളേജിൽ മാത്രമാണ്. ഓക്കെ, താങ്കൾ വോട്ട് ചെയ്തോ? ചെയ്തു. ഒന്ന് കാണിച്ച്. ഇത് താങ്കളുടെ കന്നി വോട്ടൊന്നും അല്ലാന്ന് തോന്നുന്നല്ലേ? അല്ല, ആദ്യത്തെ അല്ല. ഇത് ഏകദേശം ഒരു 30ഓളം. അപ്പോൾ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തത്? ബൂത്ത് നമ്പർ 1, 16-ാം വാർഡ്, ബൂത്ത് നമ്പർ 1. ഇത് നിങ്ങൾ ആ ബൂത്തിൽ എങ്ങനെയുണ്ട് താങ്കളുടെ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി? അല്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, വിജയപ്രതീക്ഷയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു സ്ഥാനാർത്ഥിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഇതല്ല, എന്നാലും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. താങ്ക് യു. മിസ്റ്റർ MP ഇബ്രാഹിം, താങ്കൾ വോട്ട് ചെയ്തോ? ഇല്ല. താങ്കൾ ഇപ്പോൾ താമസം 4-ാം മൈലിലാണെങ്കിലും ഇപ്പോഴും മുഗ്രാലിലാണ് അല്ലേ? അപ്പോൾ താങ്കൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പാർട്ടിയാണ് ഏതായിക്കോട്ടെ, ആ പാർട്ടി വിജയിക്കുന്നുള്ള ഒരു വിശ്വാസം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലേക്കെല്ലാം ചെയ്യാം. ഇത് താങ്കൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇത് എത്രാമത്തെ വോട്ട്? ഏകദേശം മൂന്നാമത്തെ പ്രാവശ്യം. അതായത് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പോവുകയാണ്. ഒന്ന് പിടിച്ചേ. ഓക്കെ, വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്കൾ വോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു? ഇല്ല, ചെയ്യേണ്ട. ഇത്ര മകളെയും കൂട്ടിയിട്ട് വരാൻ. അതെന്ത് ഇത്ര താമസിക്കാൻ കാരണം? മകളെയും തനിച്ചാക്കേണ്ടത് താമസിച്ചു. അപ്പൊ എല്ലാ ബൂത്തിലും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. താങ്കൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം താങ്കൾക്കുണ്ട്. വോട്ട് പോളായിട്ട് കാണും. ഞാൻ പുറത്ത് വോട്ടറെ എടുത്ത്. താങ്ക് യു. താങ്കൾ വോട്ട് ചെയ്തോ? ഇല്ല, വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. താങ്കൾ ഒരു പ്രവാസിയായിരുന്നു. ഇപ്പൊ ഇത് എത്രാമത്തെ, നാട്ടിൽ വന്നതിന് ശേഷം എത്രാമത്തെ വോട്ടാണ്? നാട്ടിൽ വന്ന ശേഷം അസംബ്ലി, പാർലമെന്റ്, പഞ്ചായത്ത്. അല്ലല്ല, ഇതിന് മുമ്പോ? പിന്നെ 87 മുതൽ ഏതായാലും താങ്കൾ ഒരു വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പാർട്ടി വിജയിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല, വളരെ സമാധാനപരമായിട്ടാണ് നമുക്ക് അതിൽ പിന്നെ സംവിധാനം നിർവഹിക്കുന്നത്. 10 മണി വരെ 20% താഴെയാണ് ഇതുവരെ ഉള്ളത്. ഏകദേശം ആവറേജ് 20% താഴെയാണുള്ളത്. 128 വോട്ടർമാരാണ് പിന്നെ 15 വാർഡിലെ 2-ാം നമ്പർ ബൂത്തിൽ ഞായറുപത്രം. മറ്റെല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ തന്നെ വന്ന് 100-ന് താഴെയാണ് 1-ാം ബൂത്തിലുണ്ട്. പൊതുവെ മുഗളിലെ 40% മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ അനിൽകുമാർ അല്ലേ? അനിൽകുമാർ BN ബ്ലോക്കിലെ സ്ഥാനാർത്ഥിയാണ്. താങ്കൾ വോട്ട് ചെയ്തോ? ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. താങ്കൾക്ക് ശുഭ പ്രതീക്ഷ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ ബൂത്തിലേക്കും പോയ സ്ഥിതിക്ക് ഇപ്പൊ ഏകദേശം എത്ര ശതമാനം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 30-20 അങ്ങനെ. 30 ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഒരു 70% കടക്കും എന്നുള്ളതാണ്. പ്രചാരണത്തിലൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ മുഗ്രാലിലും ചുറ്റുഭാഗത്തുള്ള സമാധാനപരമായിട്ടാണ് വോട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? ഒരു മിക്കവാറും എല്ലാ ബൂത്തുകളും കവർ ചെയ്തില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അനിൽകുമാർ. ജനാബ് സയ്യിദ് ഹാജി തങ്ങൾ, വളരെ സന്തോഷമുണ്ട്. വോട്ട് ചെയ്ത് കാണുമെന്ന് തോന്നുന്നു അല്ലേ? ഇതുവരെ മൊഗ്രാലിലെ വിവിധ ബൂത്തുകളിൽ ഏകദേശം എത്ര ശതമാനം വോട്ട്? ഏകദേശം ഒരു ബിലോ 30 ആണ്. അതെ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മിക്കവാറും ഒരു 70-ലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏതായാലും താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടാവുമല്ലോ, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. അതേപോലെ തന്നെ മറ്റു വാർഡുകളിലൊക്കെ താങ്കൾ പോയ സ്ഥിതിക്ക് എങ്ങനെയുണ്ട് അവിടെയെല്ലാം വിചാരിക്കുന്നത്? ഏകദേശം ഒരു UDFന് ഇപ്പം ഞാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലത്തിലും ഏറെ പിന്നെ പല കൺവെൻഷനും, അപ്പോൾ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു UDFന് ഒരു അനുകൂലമായ ഒരു തരംഗമാണ്. പല കാര്യങ്ങളായിരിക്കാം, പക്ഷെ പ്രത്യേകിച്ച് പ്രാദേശികമായി വരുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇവിടെ കുമ്പള പഞ്ചായത്തിൽ ഇപ്പോൾ UDF ഭരിക്കുന്നതിൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു നെക്ക് കാണുന്ന നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വാർഡാണ്. മറ്റുള്ള എല്ലാം ഒരു UDF ഒരു മുന്നേറ്റം നടത്തുന്നുള്ളതാണ്. ഏകദേശം നല്ല പോളിംഗ് ആണ് മിക്കവാറും. സമാധാനം, ഇതുവരെ ഒരു സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ മിസ്റ്റർ മുഹമ്മദ് കുഞ്ഞി, താങ്കൾ നടുപ്പള്ളം വാർഡിലെ ഒരു വോട്ടറാണെന്ന് വിചാരിക്കുന്നു. വോട്ട് ചെയ്തോ? അതെ, ചെയ്തു. താങ്കളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പിന്നെ എങ്ങനെയുണ്ട് നടുപ്പള്ളം വാർഡിൽ ഇപ്പോൾ? 200 വോട്ട് പോളിംഗ് ആയി. എത്ര ശതമാനം?
സാധാരണ ഇത് 20% ഉള്ളൂ. സാധാരണ ഇത് അവിടെ വിരൽ ആദ്യം കൂടുതലും പിന്നീട് കുറവാണ്. ഇപ്പൊ ഇപ്രാവശ്യം പിന്നീടായിരിക്കും കൂടുതൽ. ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ ഒരു 70% മുകളിലാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ SIR എതിര് വന്നത് കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യും, പോളിംഗ് കൂടും എന്ന് ഉറപ്പാണ്. പിന്നെ പക്ഷേ ഈ ബൂത്തും കുറെ കൂട്ടിയില്ലേ ഇപ്രാവശ്യം? അതെ അതെ. അപ്പോൾ ഏകദേശം പിന്നെ പോളിംഗ് സ്റ്റേഷനും കൂടി സമാധാനപരമായിട്ടല്ലേ നിൽക്കുന്നത്? സമാധാനപരമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ 2-3 ബൂത്തിലേക്ക് വന്ന് എല്ലായിടത്തും നല്ല സമാധാനം. ഏതായാലും താങ്കൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഇസ്മയിൽ മൂസ, കൊപ്പളം വാർഡിലെ ഒരു വോട്ടറാണ്. ബൂത്ത് നമ്പർ 2-ലാണ്. ഏകദേശം ഇപ്പോൾ കൊപ്പളം വാർഡിലെ എത്ര ശതമാനം വോട്ട്? കൊപ്പളം വാർഡിൽ ഇപ്പോൾ ഓൾറെഡി 30-35% പോൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ പ്രതീക്ഷ ഒരു 70 കടക്കൂന്നല്ലേ? 70-75 എത്തൂടെ? വൈകുന്നേരം 70% വരെ പോൾ ചെയ്യാൻ സാധ്യതയുള്ളൂ. സമാധാനപരമായിട്ട് എല്ലാ സമാധാനം. 2 ബൂത്ത് ഉണ്ടല്ലേ കൊപ്പളം വാർഡിൽ? ഒന്ന് സിറാജുൽ മദ്രസ, ഒന്ന് ഇവിടെ മുഗ്രാൽ സ്കൂളും, ഒന്ന് പിന്നെ കടപ്പുറം മദ്രസയിലുമാണ്. അതെ. 2 സ്ഥലത്തും നല്ല ഫ്രണ്ട്ലി ഫൈറ്റ് ആണ് പോകുന്നത്. നല്ല പിന്നെ ഇതാണ് നല്ല തമ്മിൽ ഫൈറ്റിംഗ് ആണ്, എങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. വളരെ സമാധാനപരമായിട്ട് വോട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് നാളെയും കാണാം. ഏതായാലും വിജയി ആരാണെന്ന് 13-ാം തീയതി നമുക്കറിയാം. ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ. അത് ആരാണ് വിജയിക്കുന്നത് ആരെ കൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മളെ വാർഡിന് വേണ്ടി ചെയ്യാൻ ആരായാലും ശരി, നാട് വാർഡ് ഇത് നന്നാവണം. നാടിന് വേണ്ടി തീർച്ചയായും. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ സിദ്ദീഖ് റഹ്മാൻ, താങ്കളുടെ കൊപ്പളം വാർഡിൽ ഇപ്പൊ ഏകദേശം ഇതുവരെ എത്ര ശതമാനം വോട്ട് പോളായി കാണും? ഏകദേശം 30% അടുത്ത് എത്താറായി. അപ്പോ എന്തായാലും നമ്മുടെ ബൂത്തിൽ 16-ാം വാർഡ് ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് പോകുന്നുള്ളത്. അത് വെച്ചാല് മുഗൾ സ്കൂൾ ബൂത്ത്, മുഗൾ സ്കൂളും കൊപ്പളവും രണ്ടിടത്ത് ചീഫ് ഏജന്റാണ്. അതുകൊണ്ട് 2 സ്ഥലത്ത് അവിടെ ഇപ്പൊ നല്ല ആൾക്കാർ ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാർ. ഏത് 15-ാം വാർഡ് തിരക്ക് കുറവാണ്. എന്താ അറിയില്ല, ചെറിയൊരു മന്ദഗതിയിൽ പോകുന്നുണ്ട്. ഇത് എങ്ങനെയുണ്ട് പിന്നെ താങ്കൾക്ക് പിന്നെ വിജയ പ്രതീക്ഷ? താങ്കൾ ഏകദേശത്തിന്റെ ഒരു സഹായാത്രികണ്ടല്ലോ, 100% നിങ്ങളുടെ കാൻഡിഡേറ്റ് ആണ് അവിടെ. 100% 16-ാം വാർഡില് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും. ഉറപ്പാണ്. ഏകദേശം വൈകുന്നേരം എത്ര ശതമാനം വോട്ട് പ്രതീക്ഷിക്കുന്നു? ഒരു 70-80% എത്തുമോ? ഞങ്ങൾ വിചാരിക്കുന്നത് 65%, 70%-ഓളം വോട്ട് പോളിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. 2 വാർഡിലും സമാധാനപരമായിട്ടല്ലേ? ഒരു സമാധാനപരമായിട്ട് തന്നെ. ഒരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. ഇല്ല, റിപ്പോർട്ട് ചെയ്യൂല. ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെ പോകുന്നുണ്ട്. സൗഹൃദപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത് കാണുന്നത്. താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. മിസ്റ്റർ MG അബ്ദുറഹ്മാൻ, താങ്കൾ മൊഗ്രാൽ ടൗൺ വാർഡിലെ ഒരു വോട്ടറാണ്. വോട്ട് ചെയ്തോ? ബൂത്ത് ഏജന്റും കൂടിയാണ്. വോട്ട് ചെയ്തു. അപ്പൊ താങ്കളുടെ വാർഡിൽ ഇപ്പൊ ഏകദേശം എത്ര ശതമാനം വോട്ട്? ഇപ്പൊ ഞാൻ വരുമ്പോ 2 മിനിറ്റ് മുമ്പ് 215 വോട്ട് ഞങ്ങളെ 2ാം ബൂത്തിലായി. അപ്പൊ ഏകദേശം ശതമാനം ഒരു 35 കിടക്കല്ലോ. 35 കഴിഞ്ഞ് 40 അടുത്ത് വരും. ഈ സെയിം അതേമാതിരി തന്നെ ബൂത്ത് 1-ലും അതേ ഏകദേശം 200 ഉണ്ട്. ഏകദേശം അതേപോലെ പോകും. സമാധാനപരമായിട്ട് പോകുന്നുണ്ടല്ലേ? സമാധാനം, ഫ്രീ ആണ്, സമാധാനമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വൈകുന്നേരം ഒരു 80%-ലേക്ക് എത്തുന്നുള്ള തോന്നുന്നു. ഏകദേശം എല്ലാവരും SIR വന്നതുകൊണ്ട് പേടിച്ചിട്ടില്ല, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. വോട്ട് ചെയ്യാൻ 75-80%-ലേക്ക് എത്തും തോന്നുന്നു അല്ലെ? അവകാശം നമ്മളതാണെന്നുള്ള എല്ലാവർക്കും തോന്നിയിരുന്നു. വോട്ട് ഇടേണ്ടത് നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. താങ്കളുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു മൊഗ്രാൽ ന്യൂസ് ടീമിന് എല്ലാവിധ. मैं यूपी में। हाँ वोट सीतांगोली मुकारी कंडा में वोट डाला? बताओ। वेरी गुड. यूपी में कौन सी शहर है? मुरादाबाद। इधर कितना वर्ष हुआ इधर हमारा कुंबड़े में आके? कुंबड़े मोगराल कितना साल 18 साल. ओके, थैंक यू. വോട്ട് ചെയ്തോ? വെരി ഗുഡ്. താങ്കൾ കൊപ്പളം വാർഡ് അല്ല മൊഗ്രാൽ ടൗൺ വാർഡ്. വോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ട് അവിടെ? തിരക്കുണ്ടാ? ഞാൻ ചെയ്യുമ്പോണ്ടില്ല, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഏകദേശം വൈകുന്നേരം ഏകദേശം എത്ര ശതമാനം ആവും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? 70 കിടക്കും. ഏതായാലും നമ്മുടെ മൊഗ്രാലിൽ വളരെ സമാധാനപരമായിട്ട് വോട്ടുള്ളത്, ഒരു അനിഷ്ട സംഭവങ്ങളും ഇല്ല. ഏതായാലും താങ്ക് യു. അഷ്റഫ് തവക്കൽ വോട്ട് ചെയ്താ? ഏത് വാർഡ്? അഷ്റഫ് മൊഗ്രാലിന് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഹോട്ടലിലും മൊഗ്രാലിൽ തന്നെയുണ്ട്. മൊഗ്രാലുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. മൊഗ്രാൽ വിട്ടുള്ള കളിയില്ല. എപ്പോഴും മൊഗ്രാലിലേക്ക് വോട്ട് വാർഡ് മാറി. ഒരു ഏകദേശം എത്ര ശതമാനമായിട്ടുണ്ടാവും അറിയോ? 350 എന്ന് പറയുമ്പോൾ ഒരു 40%-ലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ.
വൈകുന്നേരം ആകുമ്പോൾ ഒരു എൺപതോളം പോകും. ഏറ്റവും കൂടുതൽ മൊഗ്രാല് ടൗൺ വാർഡിൽ ഉണ്ടാവുന്ന പതിനാറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ബാക്കിയെല്ലാം കൊപ്പത്തിലായെങ്കിലും ഉണ്ടല്ല എസ്സാലായെങ്കിലും ഉണ്ട് അല്ല. ഓക്കെ, താങ്കൾ ഏത് പാർട്ടിയാണോ ആ പാർട്ടിക്ക് എല്ലാവിധ ശുഭാപ്തി വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ മോൻ പക്ഷേ നിയാസ്, താങ്കൾ വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. താങ്കൾ കൊപ്പളം വാർഡിലെ താങ്കളുടെ ഭാര്യ കൊപ്പളം വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചെയ്തോ? നമ്മൾ ഒന്നാം ബൂത്തില് കാര്യങ്ങൾ അവിടെ 2 ബൂത്ത് ഉണ്ടല്ലോ. ഒന്ന് മറ്റേ സിറാജുൽ ഹുദ മദ്രസയിലും 2 വാർഡിലും കൂടി ഇപ്പൊ ഏകദേശം എത്ര ശതമാനമായിട്ട് കാണണോ നിയാസെ? 30% പോളിംഗ്. നിയാസിന്റെ കണക്ക് പ്രകാരം വൈകുന്നേരം ആകുമ്പോൾ എത്ര ശതമാനം, ഏകദേശം എത്ര ശതമാനം? 60-65% മതിയോ? അല്ല, കാരണം ഇപ്പൊ ഈ SIR ഉള്ളതുകൊണ്ട് ജനങ്ങൾക്കുള്ളൊരു ബോധം വന്നിട്ടില്ലേ, ഒരു 75% എത്താൻ പറ്റൂലേ? മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു 75% പോളിംഗ് ചെയ്യാൻ വോട്ടർമാരുണ്ട്. അതിനെ മാക്സിമം കൊണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് പൂർത്തിയാൽ ഒരു 75% പോളിംഗ്. നമ്മുടെ മൊഗ്രാലിലെ എല്ലാ ബൂത്തിലും വളരെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് കാണുന്നത് അല്ലേ? അതെ, സ്ത്രീ വോട്ട് കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് വിജയ പ്രതീക്ഷയുണ്ട്? വിജയ സാധ്യത വളരെ. എത്ര ശതമാനം വിജയ ശതമാനം? 75% വിജയ സാധ്യത. 3/4% വിജയ, 3/4 ഭാഗം വിജയ സാധ്യത. വിജയ സാധ്യതയുള്ള. ഓക്കെ നിയാസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.